ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് നോമ്പിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ കുബൂസിനുള്ള കുഴപ്പമില്ല അതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അത് കുഴക്കുമ്പം നമ്മൾ ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇതൊന്ന് പൊങ്ങി വരണമല്ലോ, അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റിൽ കുഴച്ചെടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരും. കാരണം ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. എപ്പോഴേക്കും നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ടിതാ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് 2 മീഡിയം സൈസിലെ സവാളയും കൂടി എടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഓവറായിട്ട് വഴറ്റണ്ട, ഒരു ട്രാൻസ്പാരൻറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളിയും പിന്നെ ഒരു പകുതി ക്യാപ്സിക്കവും ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ പൾപ്പെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഹാർഡുള്ള ഭാഗം മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് കുക്കായി വരണം. കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറാവുമല്ലോ ചിക്കൻ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പം നമുക്ക് ഇതിലേക്കെല്ലാം മസാലകളും പൊടികളും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതൊന്നും കൂടി പോവണ്ട കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ഷെസ്വാൻ സോസ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടയിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം ഞാൻ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അളവ് കുറച്ചാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഞാൻ റെഡ് ചില്ലി സോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എല്ലാ മസാലകളും ഇപ്പാണ് കേട്ടോ നേരത്തെ ഇട്ട് കൊടുത്തില്ലല്ലോ. അപ്പോൾ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. എപ്പോഴേക്കും ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. നല്ലോണം വെള്ളമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് ഒരു 1/2 കപ്പോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്പൂൺ നിറയെ മയോണൈസാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറൊന്നും ചേർക്കാനില്ല. ഈ ടൈമിന് ഉപ്പെല്ലാം വേണം നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ചീസി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എപ്പോഴേക്കും നമ്മുടെ മാവ് പൊങ്ങാൻ വെച്ചത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ ഇത് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ബോളിൻ്റെ സൈസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അത്യാവശ്യം വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴാണ് നല്ല കാണാനും കഴിക്കാനെല്ലാം ഭംഗി ഉണ്ടാവല്.
എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് ബാക്കിലേക്കൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ബൺ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. പിന്നെ ബോളിൻ്റെ സൈസെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സൈസാണെങ്കിൽ ഒരു 9 വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു അളവിലേട്ടാ. അപ്പം ഞാൻ മാവ് കുഴച്ചത് 1.5 കപ്പ് മൈദയാണ്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ ഞാനിത് എയർ ഫ്രയറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലെല്ലാം വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. ആ ഒരു ഈസി കാര്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ എല്ലാ ബോൾസും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഇതിൽ തന്നെ വെച്ച് കൊടുക്കാം. എപ്പോഴേക്കും ഇതാ ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഒന്ന് പൊങ്ങി വരും. അപ്പം നമ്മൾ നേരത്തെ എയർ ബബിൾസ് എല്ലാം പൊട്ടിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തതല്ലേ. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ വെക്കുമ്പോഴേക്കും ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു മൈദാമാവിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ മൈദാമാവ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുട്ടയുണ്ടല്ലോ, മുട്ട ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് അത് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ചീസ് ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. കാണാനും നല്ല രസമുണ്ടാവും, കഴിക്കാനും അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരു 150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് വെച്ചിന് കേട്ടോ. അപ്പം നമ്മളെ സ്നാക്ക് റെഡി ആയിട്ട് വരും. ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റമളാനിലെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.